ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വചനമായി നമുക്ക് സംസാരിക്കുക. ദൈവം തന്ന കൃപയ്ക്കായിട്ട് കരുണയ്ക്കായിട്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ക്രിസ്ത്യ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ധ്യാനിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചങ്ങളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. സങ്കീർത്തനം 119-41 അധ്യായത്തിൽ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. അതുപോലെ സങ്കീർത്തനം 119-105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നു, ശക്തിയുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്ന ഒരു ദിവ്യശക്തിയാണ്. ദൈവവചനം ഒരു പുസ്തകമല്ല. ദൈവവചനം മുഖേന നമ്മോട് സംസാരിക്കുന്നു. അതിലൂടെ ദൈവത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും സത്യങ്ങൾ വെളിവാക്കുന്നു. എങ്ങനെ കണ്ണാടി പുറത്തുള്ള രൂപം കാണിക്കുന്നുവോ അങ്ങനെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലെ ഉള്ളിലെ അവസ്ഥ കാണിക്കുന്നു. ഇരട്ട വാളിനേക്കാളും മൂർച്ചയുള്ളത് മനുഷ്യൻ്റെ ശരീരമല്ല, അകത്തുള്ള ആത്മാവും മനസ്സും. അവരെ വിഭജിക്കാനും തിരിച്ചറിയാനും അവൻ്റെ വചനത്തിന് കഴിയും. രണ്ടാമത്തെ വാക്യമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗത്തിലേക്കും വചനം എത്തുന്നു. പാപത്തെ നേരിടുന്നു, തെറ്റുകളെ തിരുത്തുന്നു. നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതുന്ന ആലോചനകളും ഉദ്ദേശങ്ങളും അന്തർവേദനകളും അവയെല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിജമായി തുറന്നു വരുന്നു. സൃഷ്ടിയിൽ ഒന്നും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിട്ടില്ല. മറയ്ക്കാൻ ശ്രമിച്ചാലും അവൻ്റെ മുമ്പിൽ എല്ലാം തുറന്ന പുസ്തകത്തെ പോലെ കിടക്കുന്നു. ഒരു ദിവസം നമ്മിൽ ഓരോരുത്തരും അവൻ്റെ മുമ്പിൽ നിൽക്കും. ആ ജീവിതത്തിൻ്റെ കണക്ക് അവനോട് പറയേണ്ടി വരും. മൂന്നാമതായി എബ്രായ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. ഈ വാക്യം നമുക്ക് പ്രത്യാശ നൽകുന്നു. നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർന്ന മഹാപുരോഹിതൻ യേശുവുണ്ട്. യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ ദൈവപുത്രൻ, നമ്മെ മനസ്സിലാക്കുന്നു. അവൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നവൻ, നമ്മുടെ ദുർലഭങ്ങൾ അറിയുന്നവൻ. അവൻ നമ്മുടെ അകൃത പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു. പാപഭാര ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് കരകയറ്റി ഉയർത്തുന്നു. അതിനാൽ ജീവിതം കടുപ്പമാകുമ്പോൾ, മനസ്സിൽ തളർച്ച വരുമ്പോൾ, തെറ്റുകൾ നമ്മെ വലം വയ്ക്കുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിക്കൂ. ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ചു നിൽക്കൂ. യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോകാതെ അവനിലേക്ക് തന്നെ നമ്മുടെ ജീവിതം ഓട്ടം ലക്ഷ്യമാക്കാം. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. സമാപനമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുക. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക. യേശുവിൻ്റെ കൃപയിലും കരുണയിലും നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങളെ മോചിക്കാൻ രക്ഷിതാവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജാതനായി. യേശുവിൻ്റെ പിറവിയെ ആഘോഷിക്കാനായി നമുക്കും പ്രത്യാശയോടെ ഒരുങ്ങാം. പ്രത്യാശയിൽ ജീവിക്കാം. അതിന് ഈ നോമ്പ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ദൈവവചനം കേൾക്കുന്നതിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ നടപ്പാക്കുന്നതിൽ കൂടി നമുക്ക് വളരാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ.